ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ക്രേസി ഗേൾ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള റോബ്ലോക്സ് അല്ല, നമ്മൾ മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോബ്ലോക്സ് അല്ലാതെ മൈൻക്രാഫ്റ്റൊക്കെ കളിച്ചുകൂടെ, വേറെ ഗെയിം ട്രൈ ചെയ്ത് നോക്കിക്കൂടെയെന്ന്. ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ട്, പക്ഷേ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇപ്രാവശ്യം മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒരു വീഡിയോ ഇടാന്ന്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വേൾഡ് തുടങ്ങാം. അതിൽ ക്രേസി ഗേൾ തന്നെ നമുക്ക് പേരിടാം. അപ്പോൾ ഇനി മുതൽ നമ്മൾ മൈൻക്രാഫ്റ്റ് വീഡിയോ ഇടണമെന്നായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ഗെയിം ഞാൻ കളിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് ആ ഗെയിമൊക്കെ കളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പുതിയൊരു വേൾഡ് തുടങ്ങുകയാണ്. ഇതിൻ്റെ പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഇതിൽ ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് വില്ലേജ് കണ്ടുപിടിക്കുക എന്നാണ്. വില്ലേജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ ഇല്ലാതെ പോവും. എന്താ പറഞ്ഞാൽ വില്ലേജ് കണ്ടുപിടിച്ചാൽ നമുക്കൊന്നും ചെയ്യേണ്ട, ഫുഡ് ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പോൾ എമറാൾഡ് കിട്ടും, പിന്നെ മൈനിങ് ഏരിയ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിലത്തെ നമ്മുടെ ഡ്രാഗനെ കൊല്ലണ വരെ നമ്മൾ ഈ ഒരു ഇത് തുടരും. നമ്മുടെ പാർട്ടായി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു കാട്ടുമുക്കിലെത്തിയിട്ടുണ്ട്. എപ്പോഴും പിന്നെ ഒരു കാട്ടുമുക്കിൽ തന്നെ എത്താനുള്ളതുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ മൊത്തം വൈറ്റ് വുഡാണ് കേട്ടോ. എനിക്കാണ് വൈറ്റ് വുഡ് ഇഷ്ടമല്ല. ഇതുകൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇതിനായിട്ടും ഇഷ്ടം മറ്റൊരു സാധാ മരമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ആടിനൊക്കെ കൊന്നിട്ട് ബെഡ് ഉണ്ടാക്കിയാൽ രാത്രി ആയാലും നമുക്ക് പ്രശ്നമില്ലല്ലോ, അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പം നമുക്ക് വേഗം ആടിന് കൊല്ലാം. ഓക്കെ, അങ്ങനെ ഞാൻ കൊന്നുണ്ട്. എനിക്ക് ഇല ഒന്നും വേണ്ട, ഉണ്ടാകാതെ വെണ്ണ വെക്കാം. ഒരാടിനെ അവിടെ കണ്ടല്ലോ. അതാ രണ്ടാമത്തെ ആടും കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ആട് അടിയിലുണ്ട്. ഇത് കുറച്ച് ഒരു ഭാഗ്യമുള്ള വേൾഡാന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറഞ്ഞാൽ മൂന്നാട് നമ്മുടെ കൺമുന്നിൽ തന്നെ നമ്മൾ കണ്ടു. ഓക്കെ, രണ്ടാടിനും വന്നിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ആടിനെ ഞാൻ കൊല്ലാൻ പോവാണ്. ഇപ്പം ആ കുണ്ടിലേക്ക് വീണായിരുന്നേ. നമ്മൾ എന്തായാലും ഡ്രാഗനെ കൊല്ലണ പാർട്ട് വരെ നമ്മൾ ഈ ഒരു വേൾഡ് തുടരുന്നതായിരിക്കും. ഡ്രാഗനെ കൊല്ലും, ഞാനങ്ങനെ ഈ ഒരു വേൾഡ് അവസാനിപ്പിക്കും. അപ്പോൾ ഇനി മുതൽ റോബ്ലോക്സും മൈൻക്രാഫ്റ്റ് വീഡിയോ ഇങ്ങനെ വരുന്നതായിരിക്കും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ സ്കൂളൊക്കെ പൂട്ടി ഓൺ എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ നമ്മൾ വെക്കേഷനാണ്. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇനി മുതൽ പൊളിച്ചെടുക്കും. അപ്പോൾ റോബ്ലോക്സ് വീഡിയോ മാത്രമേ ഞാൻ ഇടണുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു മൈൻക്രാഫ്റ്റ് കളിക്കുന്ന വീഡിയോ എടുക്കുമെന്ന്. അപ്പോൾ ഞാൻ ഈ റോബ്ലോക്സ് കളിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വരിക. പക്ഷെ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഓർമ്മ വരാറില്ല. അപ്പം ഇനി മുതൽ ഞാൻ മാത്രമല്ല ഈ ഒരു വേൾഡിൽ ഉണ്ടാവുക, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇതിൽ കൂട്ടും. അപ്പോൾ നമുക്കിതിൽ സെറ്റായി കളിക്കാം. ഗോൾഡ് എമറാൾഡും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കും, നമ്മൾ നടത്തിയിരിക്കും. വില്ലേജ് കണ്ടാൽ നമ്മുടെ പാതി ഇടങ്ങേറും മാറിക്കിട്ടും. അപ്പോൾ ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. മരം വെട്ടണം ഒക്കെ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. ഞാൻ പിക്കാക്സും ആക്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാൾ ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് മരം വേണം. പക്ഷെ നമുക്ക് ഇനി ബെഡ് ഉണ്ടാക്കാനുള്ള ഇതോടെയുള്ളൂ. അങ്ങനെ ബെഡും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല, നമുക്ക് രാത്രിയായി കിടന്ന് ഉറങ്ങിയാൽ മതി. നമ്മൾ കാണുന്ന ആടിനൊക്കെ കൊല്ലുക. എന്താ പറയുക, നമുക്ക് ഫുഡ് വേണം, അതാണ് മെയിൻ. ഫുഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം നടക്കില്ല. ഓക്കെ,
എനിക്ക് ഈ ഏരിയയിൽ നിന്ന് തന്നെ ആദ്യം പോകണം. എന്താ പറഞ്ഞാൽ ഇത് മൊത്തം വൈറ്റ് വുഡായിട്ടാണ് കാണുന്നത്. ഈ വൈറ്റ് വുഡ് അത്ര സുഖമൊന്നുമില്ല. അപ്പോൾ എന്നാലും നമ്മൾ വുഡ് വെട്ടണം. വുഡ് ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വുഡ് വേണം. അപ്പം ഞാൻ അത്യാവശ്യം വുഡൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. വുഡ് ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് വേണം. ഓക്കെ, നമ്മൾ കുറച്ച് നല്ല നല്ല നമ്മുടെ നാടൻ മരമുള്ളടത്തേക്ക് നമുക്ക് പോവാം. അപ്പം ഇവിടെ വൈറ്റ് വുഡാണ് മൊത്തം. വൈറ്റ് വുഡ് കണ്ട് നമുക്ക് ഭ്രാന്തായിരിക്കും. അപ്പം നല്ലൊരു പ്ലേസിൽ തന്നെ നമ്മൾ പോയിട്ട് വേണം വീട് വയ്ക്കാൻ. നല്ലൊരു പ്ലെയിൻ പ്ലേസിൽ പോയിട്ട് വേണം നമ്മൾ വീട് വയ്ക്കാൻ. എന്നാലാണ് നമുക്കൊരു മൈൻഡ് ചെയ്യാനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ, ത്വര ഒക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ ഭാഷയിലാണ് കേട്ടോ ഞാൻ ഓരോന്നും പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഇവിടുന്ന് എടുത്ത് ചാടാം. ഓക്കെ, ചാടി സ്ഥലം മാറിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഈ ഷുഗർ കെയിനൊക്കെ ഒന്ന് കുറച്ച് വെട്ടിയെടുക്കാം. പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മേലെ ഷുഗർ കെയിൻ്റെ മേലെ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ വരികയാണെങ്കിൽ കാണാൻ പറ്റും, നിൽക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ല. അത് പുതിയൊരു അപ്ഡേറ്റ് തന്നെയാണ്. എനിക്ക് ഈ പ്രാവശ്യത്തെ അപ്ഡേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് പോവാം. നല്ലൊരു പ്ലേസും വില്ലേജും കണ്ടുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അത് താണ്ടി പോകണം നമ്മൾ. അപ്പം നമ്മൾ വേറൊരു പ്ലേസിലെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മൊത്തം ആ ഡാർക്ക് മരമാണ്. ഇതും കിട്ടിയിട്ട് എനിക്ക് കാര്യമില്ല. സാധാ മരം തന്നെ വേണം. അപ്പം എന്തായാലും നമ്മൾ സാധാ മരമൊക്കെ തേടി പോകണമായിരിക്കും. ഈ ഒരു വ്ളോഗിൽ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി മുതൽ പാർട്ടാക്കിയിട്ട് ഇടാം. നമ്മൾ മരം വെട്ടണ ഒരാട് നോക്കിയിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിനെ ഞാൻ കൊല്ലും. വേണ്ട. ഇതാരെ സോംബി അളിയനാ, വാട്ടർ സോംബി. ഇവന് നമ്മളൊന്ന് അതിൻ്റെ കോട്ടയ്ക്ക് ഇറങ്ങിയ കുറച്ച് പ്രഷർ കൂടുതലാണ്. ഡേയ്, 2 അറ്റാക്ക് ചെയ്യണോ? എനിക്ക് ഇതിനത്ര പേടിയില്ല. എന്ന് പറഞ്ഞാൽ ഇതത്ര അറ്റാക്ക് ചെയ്തൊന്നുമില്ല. നമ്മൾ അടുത്ത് പോയി നിന്നാലാണ്. സ്വിച്ച് ബോർഡിലൊക്കെ തൊട്ടാൽ എർത്തടിക്കണ പോലെയാണ്. പക്ഷെ ഒരെണ്ണ ഉണ്ട് അതിൻ്റെ കയ്യിൽ വാളും ഒരു സാധനമൊക്കെ ആയിട്ട്. അത് നമ്മൾ അതിൻ്റെ കോട്ടയിൽ നിൽക്കണ്ട, അതിൻ്റെ അടുത്തേക്കൊന്ന് പോയിട്ട് കരയിൽ കയറി നിന്നാൽ മതി. എടുത്തെറിയുമ്പോൾ അപ്പം നമ്മൾ ഇതത്ര കുഴപ്പമില്ലാത്ത സാധനമാണ്. പക്ഷെ എനിക്ക് മറ്റേന് നല്ല പേടിയാണ്. എന്നാലും ഞാൻ കുറേ എണ്ണത്തിന് കൊന്നിട്ടുണ്ട്. ആ വാള് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയിട്ടും വലിയ ഉപകാരമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് അടിച്ച് കൊല്ലാം. ആ മറ്റ് സോംബികളിനെ പോലെ എറിയാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ അത് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെയാണ് ഞാനിപ്പോൾ തൽക്കാലത്തിന് ബെഡൊക്കെ വെച്ച് സെറ്റാക്കിയിരിക്കണേ. നമ്മളെന്തായാലും അടുത്ത പാർട്ടിയിൽ വേറൊരു സ്ഥലത്തേക്ക് മാറണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. പിന്നെ അവിടെ ഷുഗർ കെയിനൊക്കെ നട്ടുണ്ട്, വെറുതെ ഇരിക്കട്ടെ. ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്. ഈ ഒരു പാർട്ടിയിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത പാർട്ടിയിൽ ഞാൻ എന്തായാലും കുറച്ച് ഇടാം. നമുക്ക് വില്ലേജൊക്കെ തപ്പി പോവാം. അപ്പോൾ അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നമ്മളിവിടെയാണ് ഇപ്പോൾ ബെഡൊക്കെ ഇട്ട് സെറ്റാക്കിയാണ്. ഈ സോംബികൾ കയറി വരാതിരിക്കാൻ നമുക്കിവിടെ ഒരു മതിൽ പോലെ കെട്ടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മുതൽ കാണുന്നവരെ ബൈ.